നമസ്കാരം മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. വൃക്ക മാറ്റിവെക്കലിന് വേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് മൈ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് മൈ ഡോക്ടറിൽ അതിഥിയായെത്തിയിട്ടുള്ളത് തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ജയന്ത് ആണ്. ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക്. ഈ വൃക്ക സ്തംഭനം വരുന്നതാണ് രോഗികളുടെ ജീവന് പോലും ഭീഷണിയായി വരുന്ന ഒരു ഘട്ടം. ഈ വൃക്ക സ്തംഭനത്തിന് വൃക്ക മാറ്റിവെക്കൽ എന്നൊരു ഏക പ്രതിവിധി മാത്രമാണോ ഉള്ളത്? വൃക്കസ്തംഭനം പ്രധാനമായും രണ്ട് വഴിക്ക് ഉണ്ടാകാം. പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം, അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി, അക്യൂട്ട് റീനൽ ഫെയിലിയർ, ഇത് കുറച്ചുനാൾ ചികിത്സിച്ചാൽ ഒരു 95% റിക്കവർ ചെയ്യും. പക്ഷെ സ്ഥായിയായി വരുന്ന വൃക്കസ്തംഭനം, ക്രോണിക് കിഡ്നി ഡിസീസ്, ഇതാണ് കാലക്രമേണ ഡാമേജ് ചെയ്തിട്ട് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസിലേക്ക് വരുന്നത്. ഇതിനാകെ രണ്ട് ചികിത്സാ മാർഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഡയാലിസിസ്, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. ഇതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. കാരണം ഒരു നോർമൽ വൃക്ക നമ്മുടെ ശരീരത്തിനകത്തേക്ക് വെക്കുകയും പഴയ നശിച്ചു പോയ വൃക്കകളുടെ പ്രവർത്തനം മുഴുവനും പുതിയ വൃക്ക ചെയ്യും. ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ വൃക്കയുടെ ഒരു പ്രവർത്തനം മാത്രമേ ആ ഡയാലിസിസ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതായത് ഫിൽട്രേഷൻ. നമ്മുടെ വൃക്കകൾക്ക് പലതരം പ്രവർത്തനമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഈ ഫിൽട്രേഷൻ, വേസ്റ്റ് റിമൂവൽ. ഇത് കൂടാതെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുക, ബ്ലഡിൻ്റെ വോളിയത്തിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ കെമിക്കൽസ്, സോഡിയം, പൊട്ടാസ്യം, അങ്ങനത്തെ പല കെമിക്കൽസിൻ്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ശരീരത്തിനകത്തുള്ള ആസിഡ്, ആൽക്കലി, ഇതിൻ്റെ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എല്ലിന് ബലം ഉണ്ടാക്കുന്ന വിറ്റമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുക. രക്തമുണ്ടാകുന്ന ഈ ഹീമോഗ്ലോബിന് വേണ്ടിയുള്ള ഒരു ഹോർമോൺ ഉണ്ട്, എറിത്രോപോയറ്റിൻ. ഈ ഹോർമോണിൻ്റെ ആക്ടിവിറ്റി എല്ലാം ചെയ്യുന്നത് നോർമൽ കിഡ്നിയാണ്. അപ്പം കിഡ്നി ഫെയിൽ ആകുമ്പോൾ ഡയാലിസിസ് ചെയ്താൽ ആ ഫിൽട്രേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ മരുന്ന് വെച്ച് സപ്ലിമെൻറ്റ് ചെയ്യണം. അതുകൊണ്ട് ഏറ്റവും നല്ല ചികിത്സ സ്ഥായിയായ വൃക്കസ്തംഭനം വന്നാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. ഈ ഡയാലിസിസ് ആകുന്ന സമയത്ത് അത് ജീവിതാവസാനം വരെ തുടർന്നു കൊണ്ടുപോകുന്നൊരു പ്രക്രിയ കൂടിയാണ്. അതെ, ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ, കിഡ്നി ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഹീമോ ഡയാലിസിസ് അല്ലെങ്കിൽ പെരിറ്റോണിയൽ അഥവാ ഹോം ഡയാലിസിസ്, ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യണം ജീവിതകാലം മുഴുവൻ. അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെച്ചാൽ മരുന്ന് കഴിച്ചാൽ മതി. ഡയാലിസിസ് ആണെങ്കിൽ, ഹീമോ ഡയാലിസിസ് ആണെങ്കിൽ ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ആശുപത്രിയിൽ പോയി നമ്മുടെ ശരീരത്തിനകത്ത് രക്തം എടുത്ത് മെഷീനിലിട്ട് ശുദ്ധീകരിച്ച് തിരിച്ച് കയറ്റേണ്ടി വരും. ലൈഫ് ലോങ് അത് ചെയ്യേണ്ടി വരും. ഹോം ഡയാലിസിസ് ആണെങ്കിൽ, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം, പക്ഷേ എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും, അതും ലൈഫ് ലോങ്. ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ ആ ഓപ്പറേഷൻ ഒരിക്കൽ ചെയ്താൽ മതി, തുടർന്ന് മരുന്നുകൾ കഴിച്ചാൽ മതി. ഏത് പ്രായത്തിലുള്ളവരിലും, കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് സാധിക്കുമോ? ഏത് പ്രായത്തിലും സാധിക്കും. സാധാരണഗതിയിൽ ഒരു 5 വയസ്സിന് മുകളിലുള്ളവരാ കുട്ടികൾക്ക് ചെയ്തു വരുന്നത്. അതിനു മുമ്പുള്ള അതിൻ്റെ സാങ്കേതികമായ ബുദ്ധിമുട്ട് കാരണം ചെയ്യുന്നില്ല. 5 മുതൽ 60-65 വയസ്സുള്ള ഒരു പ്രായത്തിലാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഒരു 30-40 ഈ പ്രായത്തിലാണ് കിഡ്നി ഫെയിലിയർ ഒക്കെ ആയിട്ട് രോഗികൾ നമ്മുടെ അടുത്ത് വരുന്നത്, 50-60 വയസ്സിലൊക്കെ. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിൽ വളരെ കോമൺ ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. ഈ ട്രാൻസ്പ്ലാന്റേഷന് ഒരുപാട് മുന്നൊരുക്കങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ ഒരു രോഗിക്ക് വൃക്കസ്തംഭനം വന്നു തുടങ്ങിയാൽ, എൻഡ് സ്റ്റേജ് ആകണ്ട, കിഡ്നി ഫെയിലിയർ തുടങ്ങിയാൽ തന്നെ ഇത് പ്രോഗ്രസ് ചെയ്ത് എൻഡ് സ്റ്റേജിലേക്ക് പോകും. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പ്ലാൻ ചെയ്യണം. 1, പണം വേണം. പണമില്ലാതെ ഇത് നടക്കുകയില്ല. 2, ഇതിന് സൂട്ടബിളായിട്ടൊരു ഡോണർ വേണം. നമ്മുടെ ഇന്ത്യൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് പ്രകാരം ഒന്നുകിൽ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ അല്ലെങ്കിൽ ചിൽഡ്രൻ, ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരാൾ കുടുംബത്തിലില്ലെങ്കിൽ, കാരണം അവർക്ക് പ്രഷറോ ഷുഗറോ വല്ല ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അപ്പന് വയസ്സ് 70-75 വയസ്സാണെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഡൊണേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 18-നും 60-നും ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരാൾ കുടുംബത്തിലില്ലെങ്കിൽ സ്പൗസിൻ്റെ എടുക്കാം, അല്ലെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ട് ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാം. നമ്മളോട് സ്നേഹമുള്ള ഒരാൾക്ക് നമുക്കൊരു കിഡ്നി ദാനം ചെയ്യാൻ പറ്റും. ഇതൊന്നും സാധിക്കാത്ത പക്ഷം ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിൽ നിന്ന് വൃക്ക സ്വീകരിക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ തയ്യാറെടുപ്പ് കിഡ്നി ഫെയിലിയർ തുടങ്ങുമ്പോൾ തന്നെ ചെയ്യണം. കാരണം പെട്ടെന്ന് ഒരു ദിവസം പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് മാച്ചിങ് ചെയ്യണം, പണം ഉണ്ടാക്കണം, മാനസികമായിട്ട് നമ്മളത് തയ്യാറെടുത്തിരിക്കുകയും വേണം. ഓക്കെ ഡോക്ടർ, ആദ്യത്തെ ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടർ, ജസ്റ്റ് എനിക്ക് ഒരു സംശയം വിളിക്കണം. ചോദിച്ചോളൂ. മൂത്രമൊഴിക്കുമ്പോൾ അല്ലാതെ ചെറിയ രീതിയിലൊക്കെ പതിഞ്ഞു വരുന്നുണ്ട്. എന്തെങ്കിലും വൃക്ക സംബന്ധമായ എന്തെങ്കിലും തകരാറാണോ? വൃക്ക, യെസ്, മൂത്രത്തിൽ പത വരുന്നത് വൃക്ക സംബന്ധമായ ഒരു രോഗം കൊണ്ട് തന്നെ വരാം. ഒന്ന്, എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് അറിയണം, പ്രമേഹമോ പ്രഷർ ഉണ്ടോ എന്ന് അറിയണം. ഇങ്ങനത്തെ അസുഖം ഉള്ളവരില്ല സാധാരണ മൂത്രത്തിൽ പത വരുന്നത്. സാധാരണ മൂത്രത്തിൽ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞ അംശം കണ്ടുവരാറില്ല.
പ്രോട്ടീൻ വരുമ്പോഴാണ് ഈ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് ചെയ്ത് വരുമ്പോഴാണ് ഈ പത വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൂത്ര പരിശോധന ചെയ്താൽ അതിൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് അറിയാൻ പറ്റും. ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ ചികിത്സിച്ചാൽ മാറും. ഇല്ലെങ്കിൽ ഭാവിയിൽ ഇത് കിഡ്നി ഫെയിലിയർ ആവുകയും പിന്നെ ഡയാലിസിസോ ട്രാൻസ്പ്ലാന്റോ വേണ്ടിയ ഒരു അവസ്ഥ വരികയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നല്ലൊരു കാര്യം. ഓക്കെ, ഏത് സർജറിക്കും മുന്നോടിയായിട്ട് നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്, പ്രത്യേകിച്ച് രോഗികളിലും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളിലും. അത്തരം മുന്നൊരുക്കങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഏറ്റവും നല്ല മുന്നൊരുക്കം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത വേറൊരാളെ കണ്ടിട്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ജീവിതം നയിക്കുന്ന കണ്ടാൽ തീർച്ചയായിട്ടും മറ്റൊരു രോഗിക്ക് പോകും. അപ്പം പല ഹോസ്പിറ്റലുകളും മിക്ക ഹോസ്പിറ്റലുകളും ഈ ഡയാലിസിസ് യൂണിറ്റ് ഉള്ളിടത്ത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വന്ന രോഗികൾ അവിടെ മറ്റവരോട് സംസാരിക്കും. അപ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് വരും. അതൊന്ന്. രണ്ടാമത്, ഇവർക്കൊരു കൗൺസിലിങ്ങും പീരിയോഡിക് ഗ്രൂപ്പ് മീറ്റിംഗ്സും കാണും. ഇതും വളരെ പ്രധാനമാണ്. കാരണം ഒരിക്കൽ വൃക്കസ്തംഭനം വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഒരു രോഗിയാണ്. ഹോസ്പിറ്റലിൽ ആഴ്ച 3 പ്രാവശ്യം വരാതെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മരുന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ഹലോ. സാറേ, ഞാൻ കൊച്ചിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് അഷ്റഫ് എന്നാണ്. ഞാനിപ്പോ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഒരു ചെക്കപ്പ് ഒക്കെ നടത്തിയായിരുന്നു. അപ്പൊ എനിക്ക് കൊളസ്ട്രോൾ ഒത്തിരി ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ വൃക്ക സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കൊളസ്ട്രോൾ ഡയറക്റ്റ്ലി വൃക്കകളെ ബാധിക്കാറില്ല. പക്ഷേ ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖമൊക്കെ ഈ കൊളസ്ട്രോൾ കാരണം വരാം. അങ്ങനെയുള്ളവരിൽ ഭാവിയിൽ വൃക്കരോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ BP ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് കിഡ്നിയുടെ ഒരു ചെക്കപ്പ് വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യണം. വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാനൊരു പോളിസിസ്റ്റിക് കിഡ്നി അസുഖമുള്ള ഒരാളാണ്. എന്തായിരുന്നു? ഇത്രത്തോളം അതെ പോളിസിസ്റ്റിക് കിഡ്നി അസുഖമുള്ള ഒരാളാണ്. പോളിസിസ്റ്റിക് കിഡ്നി ജന്മനാ ഉള്ളൊരു അസുഖമാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിനകത്തുള്ളൊരു അസുഖമാണ്, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ പോളിസിസ്റ്റിക് കിഡ്നി ഉള്ള എല്ലാവർക്കും കിഡ്നി ഫെയിലിയർ വരണം എന്നില്ല. ഒരു 50% പേർക്കും ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റും. പലരും 50-ാമത്തെ 60-ാമത്തെ 70-ാമത്തെ വയസ്സിൽ വേറെ എന്തെങ്കിലും ഒരു ചെക്കപ്പിന് പോകുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ പോളിസിസ്റ്റിക് കിഡ്നി ഉണ്ടെന്ന്. അതുകൊണ്ട് പോളിസിസ്റ്റിക് കിഡ്നി ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൊടുക്കുമ്പോൾ ചെക്കപ്പ് ചെയ്യണം. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യണം. മൂത്രത്തിൽ പഴുപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്ത് പോയാൽ മതി. പക്ഷെ തീർച്ചയായിട്ടും 3 മാസത്തിലൊരിക്കൽ ചെക്കപ്പ് ചെയ്യണം. പിന്നെ വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വല്ലതും വന്നാൽ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ടും നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ സാർ. ഹലോ. ഞാൻ പാലക്കാട്ട് നിന്നാണ്. മോന് 12 വയസ്സുണ്ട്. മൂത്ത ഒഴിക്കുന്ന സമയത്ത് സ്മെല്ല് വരുന്നുണ്ട്. അതെന്താന്ന് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, മൂത്രത്തിൽ സാധാരണഗതിയിൽ ചെറിയൊരു സ്മെല്ല് വരുന്നത് സാധാരണമാണ്. പക്ഷേ കൂടുതൽ മണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ഇൻഫെക്ഷൻ ഉണ്ടോ അങ്ങനെ വല്ലതും നോക്കണം. അപ്പോൾ ഒരു യൂറിൻ റുട്ടീൻ ടെസ്റ്റും ഒരു യൂറിൻ്റെ ഒരു കൾച്ചർ ടെസ്റ്റും ചെയ്താൽ ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഈ കിഡ്നി മാറ്റിവെക്കലിലേക്ക് വരുന്ന സമയത്ത് ദാതാവിനെ പോലെ തന്നെ സ്വീകർത്താവിനും ഒരുപാട് മുന്നൊരുക്കങ്ങൾ വേണ്ടി വരാറുണ്ട്. എന്തൊക്കെയാണ്? ബ്ലഡ് മാച്ച് ചെയ്യണം, അത്തരം ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്? അപ്പം ആദ്യം നമുക്ക് ഡോണറിൻ്റെയും പിന്നെ റെസിപ്പിയൻറ്റിൻ്റെയും കാര്യങ്ങൾ പറയാം. ആർക്ക് കിഡ്നി ദാനം ചെയ്യാൻ പറ്റും? 18 വയസ്സിൻ്റെയും 60 അല്ലെങ്കിൽ 65 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരാൾക്ക് ദാനം ചെയ്യാം. അത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വോളണ്ടിയർ ഡോണർ ആയിരിക്കണം. അവർക്ക് മേജറായിട്ടുള്ള അസുഖമൊന്നും പാടില്ല. അപ്പം പ്രമേഹമുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. BP ഉള്ള ഒരാൾക്ക് ചെറിയ തോതിൽ BP ആയാൽ കുഴപ്പമില്ല, പക്ഷേ BP കൂടിയ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ ലിവർ ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C, മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഈ മഞ്ഞപ്പിത്തം മറ്റവർക്കും പകരാൻ സാധ്യതയുണ്ട്. പിന്നെ അപൂർവമായിട്ട് ഇപ്പം ഡോണർമാരുടെ എണ്ണം കുറവുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C ഉള്ളൊരു ഡോണറിന് ഹെപ്പറ്റൈറ്റിസ് C മഞ്ഞപ്പിത്തം ഉള്ള ഒരു റെസിപ്പിയൻറ്റിന് കൊടുക്കാം. അപ്പോൾ ഒരേ അസുഖമുള്ള ഒരാൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ
നമ്മൾ റിജക്റ്റ് ചെയ്യും. പിന്നെ HIV ഈ അസുഖമുള്ളവർക്കും മേജർ ഇൻഫെക്ഷൻസ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇത് കിഡ്നി സ്വീകരിക്കാറില്ല. പിന്നെ ആളുടെ പൂർണ്ണ സമ്മതത്തോടും കൊടുക്കുന്ന ആളുടെ മാത്രമല്ല അവരുടെ ഫാമിലിയുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്കിത് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്വീകരിക്കുന്ന ആൾക്ക് അവർക്ക് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടേ പാടുള്ളൂ. കാരണം ഒരു അക്യൂട്ട് കിഡ്നി ഫെയിലിയർ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തില്ല. അപ്പം സ്ഥായിയായ വൃക്കസ്തംഭനം വന്നു, ഒരു കാരണവശാലും അത് നോർമൽ ആകാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. 2 വിധത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഒന്നുകിൽ ഈ കിഡ്നി ഫെയിലിയർ നമ്മൾ നേരത്തെ അറിഞ്ഞ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത് നമ്മൾ മോണിറ്റർ ചെയ്ത് എൻഡ് സ്റ്റേജ് എത്തുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, ഡയാലിസിസ് ഇല്ലാതെ. ഇതിന് പ്രീഎംപ്റ്റീവ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നു. പക്ഷേ മിക്കവാറും നമ്മൾ ഈ രോഗികൾ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം കുറച്ച് നാൾ ഡയാലിസിസ് ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആയതിനു ശേഷം ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. അതിന് നമ്മുടെ കൊടുക്കുന്ന ആളുടെയും സ്വീകരിക്കുന്ന ആളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഏകദേശം ഒരേ ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന പോലെ O ഗ്രൂപ്പ് എന്നുള്ള ഒരാൾക്ക് ആർക്ക് വേണമെങ്കിലും കിഡ്നി ഡൊണേറ്റ് ചെയ്യാം. അതേപോലെ AB ഗ്രൂപ്പ് ഉള്ള ഒരു ആൾക്ക് ആരുടെ കയ്യിൽ നിന്നും കിഡ്നി സ്വീകരിക്കാം. A ഗ്രൂപ്പ് എന്നുള്ള ഒരാൾക്ക് B ഗ്രൂപ്പിലേക്കും പറ്റില്ല, B എന്നുള്ള ഒരാൾക്ക് Aയിലേക്കും പറ്റില്ല. അങ്ങനെ പക്ഷേ ഇപ്പോൾ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്രോസ് ബ്ലഡ് ഗ്രൂപ്പ് ഡൊണേഷനും ഉണ്ട്. പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം. പിന്നെ മാച്ചിങ് നോക്കും. നമ്മൾ ക്രോസ് മാച്ച് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. ഈ പുതിയതായിട്ട് വെക്കുന്ന കിഡ്നി നമ്മുടെ ബോഡി സ്വീകരിക്കുമോ എന്ന് അറിയാനായിട്ടുള്ളൊരു ടെസ്റ്റാണ്, ബ്ലഡിൻ്റെ ഒരു ടെസ്റ്റാണ് ക്രോസ് മാച്ച് എന്ന് പറഞ്ഞാൽ. ഇതിൽ നോക്കുന്നത് ഈ രോഗിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന രോഗിക്ക് ഇതിൻ്റെ എതിരെ ആൻറ്റിബോഡീസ്, അതായത് റിജക്ഷന് സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും. റിജക്ഷന് സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഈ കിഡ്നി വെച്ചാൽ അത് ഉടനെ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി പോകും. അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ക്രോസ് മാച്ച് എന്ന് പറഞ്ഞ ടെസ്റ്റും ചെയ്യും. പിന്നെ കൊടുക്കുന്ന ആളുടെ കിഡ്നി നോർമൽ ആയിരിക്കണം, 2 കിഡ്നി നോർമൽ ആയിരിക്കണം. നമ്മളൊരു കിഡ്നി മാറ്റി വെച്ചാൽ ഡോണറിൻ്റെ കിഡ്നി മറ്റേ കിഡ്നി പ്രവർത്തിക്കണമല്ലോ, അപ്പോൾ അത് നോക്കണം. പിന്നെ ഈ കിഡ്നിക്ക് വേണ്ടി സാധാരണ ഒരു ഞരമ്പ് അയോട്ട എന്ന് പറഞ്ഞ രക്തക്കുഴലിൽ നിന്നും ഒരു കിഡ്നി റീനൽ ആർട്ടറിയിലോട്ട് കൂടെയാണ് രക്തം പോകുന്നത്. ചിലർക്ക് അപൂർവമായിട്ട് 2 or 3 റീനൽ ആർട്ടറീസ് കാണും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. അപ്പോൾ ഒറ്റ ഒരു ഞരമ്പുള്ള ഒരാളുടെ എടുക്കാനായിട്ട് എളുപ്പം, കാരണം ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഈ കിഡ്നി മാറ്റി വെക്കുമ്പോൾ നമ്മൾ ആ പുതിയ കിഡ്നി എടുത്തിട്ട് ആളുടെ ശരീരത്തിലേക്ക് വെക്കുമ്പോൾ ഒരു ഞരമ്പ്, ഒരു റീനൽ ആർട്ടറി, ഒരു വെയിൻ, റീനൽ വെയിൻ, പിന്നെ മൂത്രവാഹിനി, യുറീറ്റർ എന്ന് പറഞ്ഞ ഈ 3 ട്യൂബുകളാണ് ഘടിപ്പിക്കുന്നത് പുതിയ ശരീരത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടിയാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറഞ്ഞോളൂ. പിന്നെ എന്റെ ഏട്ടന്റെ ഭാര്യയ്ക്ക് ഇന്ന് കിഡ്നി പ്ലാന്റേഷൻ കഴിഞ്ഞതാണ്. മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ചെയ്തത്. പിന്നെ തിരുവനന്തപുരം, എറണാകുളത്ത് നിന്നാണ് ചെയ്തത്. പിന്നെ ഇനിയിപ്പോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ മഞ്ഞപ്പിത്തം ഉള്ളതുകൊണ്ട്? മഞ്ഞപ്പിത്തം ഉള്ളതുകൊണ്ട് മഞ്ഞപ്പിത്തത്തിന് കാരണം കണ്ടുപിടിക്കണം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ C ആണെങ്കിൽ സാധാരണഗതിയിൽ അത് ചികിത്സിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുള്ളൂ. പക്ഷേ വേറെ ചില മഞ്ഞപ്പിത്തം കാണും. നമ്മുടെ സാധാരണ ഹെപ്പറ്റൈറ്റിസ് A അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് E അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം കാരണമുള്ള മഞ്ഞപ്പിത്തം ആകാം. അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. ഏതായാലും ട്രാൻസ്പ്ലാന്റിന് ശേഷം എന്ത് ഇൻഫെക്ഷൻ വന്നാലും അത് അത്ര നല്ല കാര്യമല്ല. അത് തീർച്ചയായിട്ടും റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ആൻഡ് ആ ഇൻഫെക്ഷൻ കൺട്രോളും ചെയ്യണം. കാരണം ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മൾ കുറയ്ക്കുക, പുറത്തുനിന്നുള്ള കിഡ്നി നമ്മുടെ ശരീരം സ്വീകരിക്കാൻ വേണ്ടി. അതേ സമയത്ത് പുറത്തുനിന്നുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾക്കൊരു പനിയോ ജലദോഷം വന്നാൽ നമ്മൾ സാരമില്ല, ചെറിയ മരുന്നൊക്കെ കൊടുക്കും. പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ ഒരാൾ അത് ചെയ്യാൻ പറ്റില്ല. ചെറിയ പനിയോ വല്ലോ വന്നാൽ അത് നമ്മൾ കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുത്തിട്ട് അവരെ ചികിത്സിക്കണം. അല്ലെങ്കിൽ സാരമില്ല, ഒരു 2 ദിവസം പാരസെറ്റമോളോ എല്ലാം എടുത്തിട്ട് അങ്ങനെ വിടാൻ പറ്റില്ല ട്രാൻസ്പ്ലാന്റിന് ശേഷം. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും, തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം ചികിത്സിച്ചിരിക്കണം. ഓക്കെ ഡോക്ടർ, ഒരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മൈ ഡോക്ടർ തുടരും. മൈ ഡോക്ടർ തുടരുന്നു. കിഡ്നി മാറ്റിവെക്കൽ അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണോ? അല്ല, കിഡ്നി മാറ്റിവെക്കൽ എന്ന ശസ്ത്രക്രിയ വളരെ സിമ്പിളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി നമ്മുടെ ഡോണർ ആളുടെ ശരീരത്തിൽ നിന്ന് കിഡ്നിയെ ശരീരത്തിലോട്ട് ഘടിപ്പിക്കുന്ന ഒരു ആർട്ടറി ഉണ്ട്, റീനൽ ആർട്ടറി, ഒരു വെയിൻ, റീനൽ വെയിൻ, അത് മൂത്രസഞ്ചിയിലേക്ക് പോകുന്ന ട്യൂബ്, യുറീറ്റർ. ഇത് 3ഉം നമ്മൾ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഡോണറിൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് റെസിപ്പിയൻറ്റിൻ്റെ ശരീരത്തിലേക്ക് വെക്കുന്നു. അപ്പം റെസിപ്പിയൻറ്റ്, അതായത് കിഡ്നി സ്വീകരിക്കുന്ന ആളുടെ നമ്മൾ ഒറിജിനൽ കിഡ്നി മാറ്റുന്നില്ല, അത് അവിടെ തന്നെ വെക്കുന്നുണ്ട്. പുതിയ കിഡ്നി വെക്കുന്നത് അടിവയറ്റിലാണ്. അപ്പോൾ അടിവയറ്റിലെ 2 ഞരമ്പുകളോട്, ഐലിയാക് ആർട്ടറി, ഐലിയാക് വെയിൻ എന്ന് പറഞ്ഞ 2 ഞരമ്പുകളോട് ഈ
രക്തക്കുഴലുകൾ യോജിപ്പിക്കുകയും പുതിയ മൂത്രസഞ്ചിയിലേക്ക് മറ്റേ ഒറിജിനൽ മൂത്രസഞ്ചിയിലേക്ക് പുതിയ യൂറേറ്റർ ഘടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ടെക്നിക്കലി വലിയ കുഴപ്പമുള്ളൊരു സർജറി അല്ല. ഒരു വാസ്കുലർ സർജൻ അല്ലെങ്കിൽ യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് സർജന് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഇമ്മ്യൂണോ സപ്രഷൻ, ഈ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് നോക്കുക. ഈ പുതിയ സാധനം വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ടെൻഡൻസി അതിനെ റിജക്റ്റ് ചെയ്യാനായിട്ട്